ഹായ് ഓൾ, വെൽക്കം ടു ആര്യസ് ഹിസ്റ്റോറിക്ക. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് PYQs യൂസ് ചെയ്ത് UGC നെറ്റ് ഹിസ്റ്ററിക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ഹിസ്റ്ററിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് PYQs. കാര്യം PYQs തന്നെ പല രീതിയിലാണ് മാറ്റി ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 10 years PYQ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ഒരു വർഷം ജൂൺ ഷിഫ്റ്റും കാണും, ഡിസംബർ ഷിഫ്റ്റ് കാണും. ഇതിൽ തന്നെ ചില ഷിഫ്റ്റിൽ ജൂണിൽ തന്നെ മോർണിംഗ്, ഈവനിങ് അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 10 വർഷത്തെ, ഞാൻ ഈ 10 വർഷത്തെയാണ് ചെയ്തുകൊണ്ട് പോയത് എന്ന് പറയുമ്പോൾ ഒരു 30 എബവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരും. ഒരു 30 ക്ലോസ് ടു 38ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിർബന്ധമായിട്ടും ചെയ്ത് പഠിച്ചുകൊണ്ട് തന്നെ പോകണം. ചെയ്യാമെന്ന് പറഞ്ഞാൽ വെറുതെ 150 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതല്ല. 3 മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ച് ടൈംഡ് PYQ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ നമ്മൾ PYQs ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ PYQs ചെയ്തു എന്ന് വെക്കുക. ഓക്കെ, നമ്മൾ 3 മണിക്കൂർ സമയം സെറ്റ് ചെയ്ത് PYQs ചെയ്തു. നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്ന് വേണം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനാണ് ടൈംഡ് PYQ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ വെറുതെ കുറേ PYQs ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മളത് അനലൈസ് ചെയ്യണം. അതായത് ആ PYQs ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസറുമായിട്ട് വെച്ച് നോക്കിയിട്ട് ശരി ഉത്തരം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഒരു ക്വസ്റ്റിനകത്ത് 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണമായിരിക്കും ശരി ഉത്തരം, ബാക്കി ഒന്നും തെറ്റായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് അത് തെറ്റായി, ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്, ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണത്, എന്തുകൊണ്ട് അത് ആൻസറായി വന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ആൻസറായി വന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾക്ക് എന്തുകൊണ്ട് ശരിയായി. അതായത് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഗസ് വർക്ക് ചെയ്യും നമ്മൾ, ചില ഗസ് വർക്ക് ആയിരിക്കും. അപ്പം നമ്മളത് ശരിയാക്കിയെങ്കിലും നമ്മൾ ആ ക്വസ്റ്റ്യൻ പഠിക്കണം. കാര്യം നമുക്കറിയില്ല, നമ്മൾ ജസ്റ്റ് ഗസ് വർക്ക് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റിപ്പോവും. നമ്മൾ ചിലപ്പോൾ ശരി ഉത്തരം മാർക്ക് ചെയ്യാൻ വന്നായിരിക്കും, പക്ഷെ നമുക്ക് തെറ്റിപ്പോവും. ഇതെല്ലാം അനാലിസിസിലാണ് നമ്മൾ ശരിയാക്കേണ്ടത്. ഞാൻ ഈ PYQs ഏകദേശം ഒരു 2 റൗണ്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. PYQs ഒരിക്കലും ലാസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴേ PYQs ചെയ്ത് തുടങ്ങിക്കോളുക. ഏകദേശം നിങ്ങൾ ആ എക്സാം എടുക്കാറാവുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു 1 മന്തിന് മുന്നേ PYQs ഒരു റൗണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 10 ഇയർ മാത്രം മതി, ഇത് കൂടുതലൊന്നും വേണ്ട. 10 വർഷത്തെ ചെയ്താൽ മതി. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് അങ്ങ് ചെയ്യരുത്, ഇൻഫർമേഷൻ ഓവർലോഡ് ആയിപ്പോൾ. ഒരു ദിവസം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുക, അത് അനലൈസ് ചെയ്യാൻ നല്ല ടൈം എടുക്കുക. 1-2 ദിവസം എടുത്ത് അനലൈസ് ചെയ്യുക. അനാലിസിസിലാണ് നമ്മുടെ മാർക്ക് ഇരിക്കുന്നത്. വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് മാർക്ക് കിട്ടില്ല. ഇനി അതിനകത്ത് നിങ്ങൾക്ക് സംശയം തോന്നുന്ന, നിങ്ങൾക്ക് ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനുകളിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഈ റിപ്പീറ്റഡ് ടോപ്പിക്കുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതൊരു 10 വർഷത്തെ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് പാറ്റേൺ ചേഞ്ചസ് എന്തെല്ലാമാണ് ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബുക്കിൽ നോട്ട് ചെയ്യുക. ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്ത് അതിനകത്ത് നോട്ട് ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്താണ്, റിപ്പീറ്റഡ് ഏരിയാസ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് വേണം നമ്മൾ നോട്ട്സ് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. അതായിരിക്കും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി വരും വീഡിയോസിൽ എങ്ങനെയാണ് PYQs മോക്ക് ടെസ്റ്റൊക്കെ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടത്, അതുപോലെ റിവിഷൻ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, ഓരോ വീക്ക്ലി ഡെയിലി ടാർഗറ്റ്സ് എങ്ങനെ ആയിരിക്കണം, ഇതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.